നമസ്കാരം. കോൺഗ്രസിലെ പുതുപുത്തൻ സെൻസേഷനും പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നുള്ള അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ഒരു വിവാദം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നിരന്തരമായി ഇടപെടുകയും രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിസന്ധിയിലാക്കിയ കോൺഗ്രസിൽ തന്നെയുള്ള നേതാക്കൾക്കെതിരെ കൃത്യമായി ഇടപെടുകയും ചെയ്തുകൊണ്ടിരുന്ന ശ്രീനാദേവിയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഉയർന്നു വന്ന വിവാദം ഒരു റേഷൻ കാർഡ് സംബന്ധിച്ചാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വോട്ട് ചെയ്യുന്നതിനും വേണ്ടി റേഷൻ കാർഡ് വ്യാജമായി സൃഷ്ടിച്ചു എന്നൊരു പരാതിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. സഹോദരങ്ങളായ 3 പേർ ചേർന്ന് നൽകിയ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടൂർ താലൂക്കിലെ ഏറത്ത് പഞ്ചായത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേരിലുണ്ടായിരുന്ന റേഷൻ കാർഡ് താലൂക്ക് സപ്ലൈ ഓഫീസർ റദ്ദാക്കിയിരിക്കുകയാണ്. വ്യാജമായി റേഷൻ കാർഡിൽ പേര് ചേർക്കുകയും റേഷൻ കാർഡ് നിർമ്മിക്കുകയും അതുപയോഗിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്ത ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അവരുടെ ജില്ലാ പഞ്ചായത്ത് അംഗത്വം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങളിൽ കൃത്യവും വ്യക്തവും യുക്തവുമായ മറുപടിയുമായി കളം നിറഞ്ഞു നിന്ന ആളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ഈ സാഹചര്യത്തിൽ ശ്രീനാദേവിക്കെതിരെ ഉയർന്നു വന്ന ഈ പരാതി നിരവധി സംശയങ്ങൾക്ക് ഇട നൽകിയിരുന്നു. ശ്രീനാദേവി വ്യാജരേഖ ചമച്ചുവെന്നും അതുപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെന്നുമുള്ള വ്യാപകമായ പ്രചാരണം സോഷ്യൽ മീഡിയയിലും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലും നിറയുകയാണ്. ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ശ്രീനാദേവി കുഞ്ഞമ്മയുമായി ബന്ധപ്പെടുകയുണ്ട്. ഈ പുതിയ വിവാദത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്തെന്നറിയാൻ ശ്രീനാദേവി കുഞ്ഞമ്മയുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു നീണ്ട കഥയാണ് ശ്രീനാദേവി ഞങ്ങളോട് പങ്കുവച്ചത്. ആദ്യമായി ശ്രീനാദേവിക്കെതിരായി വന്ന പരാതി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ശ്രീനാദേവിയുടെ അമ്മാവനായിട്ടുള്ള കെ സോമനാഥൻ പിള്ള, അദ്ദേഹം ഏറത്ത് പഞ്ചായത്ത് 17-ാം വാർഡിലെ താമസക്കാരായിരുന്നു. 2019 അദ്ദേഹം മരിക്കുന്നു. 2024 ഒക്ടോബർ 18 അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള യശോദ എസ് പിള്ള മരിക്കുന്നു. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ ഈ വീടുമായി ബന്ധപ്പെട്ടാണ് റേഷൻ കാർഡിൽ പേര് ചേർത്തിരുന്നത്. യശോദ എസ് പിള്ളയുടെ 3 ആൺമക്കളായിട്ടുള്ള ശ്രീജിത്ത് എസ് പിള്ള, സംജിത്ത് എസ് പിള്ള, ശ്യാംജിത്ത് എസ് പിള്ള എന്നിവരാണ് ശ്രീനാദേവിക്കെതിരെ വ്യാജ റേഷൻ കാർഡ് സൃഷ്ടിച്ചു എന്ന പേരിൽ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകിയത്. ആ പരാതി ഇങ്ങനെയാണ്: ഞങ്ങളുടെ അമ്മ യശോദ എസ് പിള്ള അടൂർ താലൂക്കിലെ റേഷൻ കാർഡ് നമ്പർ 13-14-033513 നമ്പർ റേഷൻ കാർഡിൻ്റെ ഉടമയായിരുന്നു. 18/9/2024 അമ്മ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്. ഏറത്ത് പഞ്ചായത്തിലെ 17-ാം വാർഡിലെ 363 നമ്പർ വീട്ടിലായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ജോലി സംബന്ധമായി ഞങ്ങൾ നാട് വിട്ടു പോവുകയും ഞങ്ങളുടെ സഹോദരിയും നാട്ടിലില്ലാത്ത സ്ഥിതി വന്നപ്പോൾ അമ്മ മിക്കപ്പോഴും ഞങ്ങളോടൊപ്പം താമസിച്ചു വന്നിരുന്നതും ചിലപ്പോഴൊക്കെ മാത്രം നാട്ടിൽ വന്നു പോയിരുന്നതുമാണ്. അങ്ങനെ വീട്ടിൽ സ്ഥിരമായി ആരും താമസിച്ചിരുന്നില്ല. അമ്മയുടെ മരണശേഷം വീട് ഞങ്ങൾക്കും സഹോദരിക്കും കൂടി കൂട്ടവകാശപ്പെട്ട് കെട്ടിയിട്ടുള്ളതും അത് ഭാഗം ചെയ്യാതെ തങ്ങളുടെ കൈവശത്തിലും ഉടമസ്ഥതയിലും അനുഭവത്തിലുമുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം ഞങ്ങളുടെ റേഷൻ കാർഡിൽ കൃത്രിമമായി പേര് ചേർത്ത് കൊല്ലം ജില്ലയിൽ പോരുവഴി പഞ്ചായത്തിൽ കമ്പലടി മുറിയിൽ അയ്യണിവേലിൽ വീട്ടിൽ സ്ഥിരതാമസക്കാരിയായ ശ്രീനാദേവി കുഞ്ഞമ്മ ജി എന്നയാൾ ഏറത്ത് പഞ്ചായത്തിലെ 17-ാം വാർഡിലെ 2-ാം ഭാഗം വോട്ടർ പട്ടികയിൽ ക്രമനമ്പർ 232 വോട്ട് ചേർത്തിട്ടുള്ളതായി അറിയാൻ കഴിഞ്ഞു. റേഷൻ കാർഡിൽ പേര് ചേർത്തിട്ടുള്ളത് കാർഡ് ഉടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന നിലയിലാണെന്ന് കാണുന്നു. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് അപ്രകാരം ഒരു ഭർത്തൃ സഹോദരിയോ മകളോ ഇല്ലാത്തതാണ്. ഇയാൾ ഒരു ദിവസം പോലും വീട്ടിൽ താമസിച്ചിട്ടുമില്ല. ഇപ്രകാരം കളവായും കൃത്രിമമായും വ്യാജമായും ഞങ്ങളുടെ റേഷൻ കാർഡിൽ പേര് ചേർത്തിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ എന്നയാളിൻ്റെ പേര് കാർഡിൽ നിന്ന് കുറവ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ശ്രീജിത്ത് എസ് പിള്ള, ശ്യാംജിത്ത് എസ് പിള്ള, സഞ്ജിത്ത് സോമനാഥൻ പിള്ള. അപ്പോൾ ഇത്തരം ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ പരിശോധന നടത്തിയതിന് ശേഷമാണ് ശ്രീനാദേവിയുടെ റേഷൻ കാർഡ് ജനുവരി മാസത്തിൽ റദ്ദാക്കിയിട്ടുള്ളത്. എന്നാൽ തൻ്റെ റേഷൻ കാർഡ് റദ്ദാക്കിയത് നിയമവിരുദ്ധമായിട്ടാണെന്നാണ് ശ്രീനാദേവി പറയുന്നത്. ശ്രീനാദേവിയുടെ അമ്മാവനാണ് കെ സോമനാഥൻ പിള്ള, അമ്മാവിയുടെ പേരാണ് യശോദ എസ് പിള്ള. ഇവർക്ക് 4 മക്കളാണ്. അതിൽ ഈ പരാതിക്കാരായ 3 പേര് കൂടാതെ ശ്രീപാർവതി എസ് പിള്ള എന്നൊരു മകൾ കൂടിയുണ്ട്.
ശ്രീപാർവതി എസ് പിള്ള വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലത്ത് കഴിയുകയാണ്. ശ്രീനാദേവി പറയുന്നത് പ്രകാരം 2014-15 കാലത്ത് ശ്രീനാദേവിയും യശോദ എസ് പിള്ളയുടെ മകളായ ശ്രീപാർവതിയുമെല്ലാം ഒന്നിച്ച് ഇതേ ഏറത്ത് പഞ്ചായത്ത് 17-ാം വാർഡിലെ ഈ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ശ്രീനാദേവിയും ശ്രീപാർവതിയും സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് മാറി. എങ്കിലും തിരിച്ച് ഇവിടെ തന്നെ എത്തുന്നുണ്ട്, ഇവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 2019-ൽ ശ്രീനയുടെ അമ്മാവനായിട്ടുള്ള KK സോമനാഥൻ പിള്ള, അമ്മാവൻ തൻ്റെ കുടുംബവുമായി വളരെ നല്ല ബന്ധമാണ് പുലർത്തിയിരുന്നത്. തൻ്റെ പൊരുവഴിയിലെ വീട്ടിലെത്തുകയും അതുപോലെ തന്നെ തൻ്റെ മാതാപിതാക്കൾ അമ്മാവൻ്റെ ഈ ഏറത്തുള്ള വീട്ടിലെത്തുകയും എല്ലാം ചെയ്തിരുന്നതായിട്ടാണ് ശ്രീനാദേവി പറയുന്നത്. അങ്ങനെ 2019-ൽ അമ്മാവൻ മരിക്കുന്നു. 2020-ൽ ശ്രീനാദേവിയുടെ പേര് ഈ കുടുംബത്തിലെ റേഷൻ കാർഡിൽ അമ്മാവൻ്റെ ഭാര്യ യശോദ എസ് പിള്ളയുടെ സഹായത്തോടെ അവരുടെ അനുവാദത്തോടെ ഈ റേഷൻ കാർഡിൽ ചേർക്കുന്നു. തുടർന്ന് 2020-ൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷൻ CPIയുടെ സ്ഥാനാർത്ഥിയായി ശ്രീനാദേവി കുഞ്ഞമ്മ മത്സരിക്കുന്നു. 5800-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഡിവിഷനിൽ നിന്ന് ശ്രീനാദേവി തെരഞ്ഞെടുക്കപ്പെടുന്നു. ശ്രീനാദേവിക്ക് വേണ്ടി പള്ളിക്കൽ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെല്ലാം CPIയുടെ മുതിർന്ന നേതാക്കളാണ്. അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള AP ജയൻ അടക്കമാണ് അന്ന് ഈ യശോദ എസ് പിള്ളയുടെ വീട്ടുപേരും അവരുടെ കാർഡിലേക്ക് പേര് ചേർത്ത് അങ്ങനെയാണ് ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് വരുന്നതും ശ്രീനാദേവി മത്സരിക്കുന്നതിനും. അന്ന് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു. ജില്ലാ കളക്ടർ ഈ പരാതി വിശദമായി പരിശോധിക്കുകയും പരാതി തള്ളിക്കളയുകയും ചെയ്തു. പിന്നീട് ജില്ലാ സെക്രട്ടറിയായ AP ജയനുമായുള്ള അസ്വാരസ്യങ്ങളെ തുടർന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗവും രാജിവെച്ചു. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ശ്രീനാദേവി ഏതാണ്ട് 160ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഇതേ സമയം എതിർകക്ഷികളായിട്ടുള്ള CPIക്കാർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി, അതായത് ശ്രീനാദേവിയുടെ വോട്ട് ചേർത്തത് സംബന്ധിച്ച നിയമപരമായല്ലെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു. 2020-ൽ എന്ത് കാരണം കൊണ്ടാണോ ആ പരാതി തള്ളിയത് അതേ കാരണം കൊണ്ട് തന്നെ ഈ പരാതി തള്ളിക്കളയുകയും ചെയ്തു. ഓർക്കണം, 2020-ൽ കോൺഗ്രസ് കൊടുത്ത പരാതിയാണ്. CPI ആയിരുന്നു അന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ. ഇത്തവണ ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസ്സിലെത്തിയപ്പോൾ CPIക്കാർ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നു, അത് തള്ളിക്കളയുന്നു. അങ്ങനെ ഇരിക്കെ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ യശോദ എസ് പിള്ളയുടെ വസ്തുവിൻ്റെ ഉടമ ആവുകയാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ഒക്ടോബർ 18-ന് ശ്രീനാദേവിയുടെ അമ്മാവിയായിട്ടുള്ള യശോദ എസ് പിള്ള മരിക്കുന്നു. യശോദ എസ് പിള്ള മരിച്ചതിന് ശേഷം അവരുടെ മകളായിട്ടുള്ള, അതായത് യശോദ എസ് പിള്ള, KK സോമനാഥൻ പിള്ള, 4 മക്കൾ, അങ്ങനെ 6 പേർക്ക് തുല്യ അവകാശമുള്ള വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. 6 പേരുടെയും തുല്യ ഉടമസ്ഥാവകാശം ഈ വസ്തുവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇളയ മകളായിട്ടുള്ള ശ്രീപാർവതി എസ് പിള്ള തൻ്റെ വിഹിതത്തിൻ്റെ നേർപകുതി ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേരിൽ എഴുതി രജിസ്റ്റർ ചെയ്തിരിക്കും. ഇതിനിടെ ഈ വീടും പറമ്പും, ഈ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. ഈ യശോദ എസ് പിള്ളയുടെ ആൺമക്കളായിട്ടുള്ള 3 പേരും ചേർന്ന് വേറൊരു പൂട്ട് കൊണ്ടുവന്ന് ഇട്ട് നിലവിലുള്ള ശ്രീനാദേവിയുടെ കയ്യിലുണ്ടായിരുന്ന ആ വീടിൻ്റെ താക്കോൽ ഉപയോഗിക്കുന്ന പൂട്ട് പൊളിച്ച് പുതിയ പൂട്ട് ഇട്ട് ഈ വീട് പൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. നിലവിൽ ശ്രീപാർവതി എസ് പിള്ള തൻ്റെ വസ്തുവിലുള്ള ഉടമസ്ഥാവകാശം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് കൂടി എഴുതി വെച്ചതോടെ ഈ വീടിൻ്റെ അവകാശിയായി ശ്രീനാദേവി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഈ വീട്ടിൽ അതിക്രമിച്ച് കടന്നു, അവിടെ വേറെ ആൾക്കാരെ കൊണ്ട് താമസിപ്പിച്ചു എന്ന പേരിൽ ശ്രീനാദേവി നിലവിൽ SP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ യശോദ എസ് പിള്ള തൻ്റെ 3 ആൺമക്കൾക്കുമെതിരെ ജീവിച്ചിരിക്കുന്ന കാലത്ത് പരാതി നൽകിയിട്ടുള്ളതായും ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നുണ്ട്. അതായത് ഈ യശോദ എസ് പിള്ളയ്ക്ക് അസുഖം ബാധിച്ചു. ഈ അസുഖം ബാധിച്ചതിനെ തുടർന്ന് അവർക്ക് ചികിത്സിക്കാൻ പണമില്ലാതെ വന്നു. അപ്പോൾ വിദേശത്തുള്ള 3 ആൺമക്കൾ, ശ്രീനാദേവി പറയുന്നത് 10 വർഷമായി സ്വന്തം അമ്മയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർ നൽകിയിട്ടുള്ള, ഇപ്പോൾ ശ്രീനാദേവിക്കെതിരെ നൽകിയിട്ടുള്ള പരാതിയിൽ പോലും അമ്മ മരിച്ച മാസം തെറ്റായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മ മരിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്, എന്നാൽ ഇവരുടെ പരാതിയിൽ അമ്മ മരിക്കുന്നത് സെപ്റ്റംബർ മാസമെന്ന് ആണ് പറയുന്നത്. അന്ന് യശോദ എസ് പിള്ള തനിക്ക് ആനുകൂല്യം, ജീവനാംശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് RDOയ്ക്ക് പരാതി നൽകിയിരുന്നു ആൺമക്കൾക്കെതിരെ. ഇതേ തുടർന്ന് 3 പേരും ചേർന്ന് 3000 രൂപ വീതം പ്രതിമാസം നൽകാനും ഉത്തരവിട്ടിരുന്നു. അങ്ങനെ ഈ പണം യശോദ എസ് പിള്ളയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം യശോദ എസ് പിള്ള മരണമടഞ്ഞതിന് ശേഷമാണ് ഈ 4 പേരിലേക്ക് അവകാശം ചുരുങ്ങി ഈ ഭൂമിയുടെ
ശ്രീദേവി എസ് പിള്ളയ്ക്കുള്ള അവകാശത്തിൻ്റെ പകുതി ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് നൽകുകയും അതുപ്രകാരം ശ്രീനാദേവി കുഞ്ഞമ്മ ഈ വീടിനും വസ്തുവിനും ഉടമയായിരിക്കുകയും കൂടിയാണ്. അതുപ്രകാരം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കും ഈ വീടിനും വസ്തുവിനും അവകാശം വന്നിരിക്കുകയാണ്. തൻ്റെ വീട് കുത്തിപ്പൊളിക്കുകയും അവിടെ മറ്റ് ചിലരെ കൊണ്ട് താമസിപ്പിക്കുകയും ചെയ്തുവെന്ന് കാട്ടിയാണ് ശ്രീനാദേവി ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം പരാതി നൽകിയിരിക്കുന്നത്. താൻ ഈ വീട്ടിൽ സ്ഥിരതാമസക്കാരിയായിരിക്കെ തൻ്റെ റേഷൻ കാർഡിൽ നിന്നും പേര് വെട്ടിയ നടപടി തീർത്തും നിയമവിരുദ്ധമാണെന്നാണ് ശ്രീനാദേവി പറയുന്നത്. കാരണം ഈ പേര് വെട്ടുന്നതിന് മുമ്പായി തെളിവെടുപ്പിന് വിളിച്ചിരുന്നു. ഈ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് ശ്രീനാദേവി ഈ ഏറത്ത് പഞ്ചായത്ത് ഈ വാർഡിലെ കഴിഞ്ഞ 5 വർഷത്തെ മെമ്പർ തൊട്ടുള്ള അയൽവാസികൾ എല്ലാവരെയും കൊണ്ടുവന്നു. ശ്രീനാദേവി ഹാജരായി മൊഴി കൊടുത്തിരുന്നു. താനിവിടെ സ്ഥിരതാമസക്കാരിയാണ്, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടുത്തെ സ്ഥിരതാമസക്കാരിയാണ്. 2020 വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് മുമ്പ് റേഷൻ കാർഡിൽ പേര് ചേർത്തിരുന്നു. അതിന് സാക്ഷികളുണ്ട്, അതിന് കൃത്യമായ സാക്ഷികൾ, അയൽവാസികളുണ്ട്, അവിടുത്തെ പഴയ പഞ്ചായത്ത് അംഗമുണ്ട്. ഇവരെ എല്ലാം കൊണ്ടുവന്നാണ് ശ്രീനാദേവി താലൂക്ക് സപ്ലൈ ഓഫീസറുടെ ഹിയറിങ്ങിൽ ഹാജരായത്. എന്നാൽ വെറും 2 പേരുടെ, സമീപവാസികളായ വെറും 2 പേരുടെ മൊഴി കണക്കിലെടുത്തുകൊണ്ടാണ് ഏകപക്ഷീയമായി ശ്രീനാദേവിയുടെ റേഷൻ കാർഡ് വെട്ടിക്കളഞ്ഞത്, റേഷൻ കാർഡ് റദ്ദാക്കിയത്. ഈ വിവരം ശ്രീനാദേവിയെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായില്ല. തൻ്റെ റേഷൻ കാർഡ് റദ്ദാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും തൻ്റെ ഭൂമിയിൽ തനിക്ക് കൂടി അവകാശപ്പെട്ട വീട്ടിൽ അനധികൃതമായി പൂട്ടുപൊളിച്ച് കടന്ന് താമസിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ശ്രീനാദേവി മറുനാടനോട് പറഞ്ഞിട്ടുള്ളത്. ഇത് വ്യക്തമായ പ്ലാനിങ്ങും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുമുണ്ട്. CPIയുടെ നേതാക്കൾ താൻ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് മത്സരിച്ചെങ്കിലും വിജയിക്കില്ല എന്നാണ് CPIയുടെ നേതൃത്വം കരുതിയിരുന്നത്. എന്നാൽ ശ്രീനാദേവി വിജയിച്ചതോടെ ഏത് രീതിയിലും തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് അവർ മറുനാടനോട് പറഞ്ഞത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ്, അതുമാത്രമല്ല ഈ വീടിൻ്റെ അവകാശം തനിക്ക് കൂടി ശ്രീപാർവതി ലഭ്യമാക്കി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരിപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് തുനിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് റേഷൻ കാർഡ് വെട്ടിയിരിക്കുന്നത്. CPI ആണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തത്, സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്തത് CPIയുടെ മന്ത്രിയാണ്. മന്ത്രിതലത്തിലുള്ള സ്വാധീനം ചെലുത്തിയാണ് തൻ്റെ പേരുള്ള റേഷൻ കാർഡ് റദ്ദാക്കിയിരിക്കുന്നത്. താലൂക്ക് സപ്ലൈ ഓഫീസർ ഏകപക്ഷീയമായ തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. തനിക്ക് ഈ ഭൂമിയിൽ, ഈ വസ്തുവിലും വീടിലും അവകാശമുണ്ടെന്നുകൂടി വന്നതോടുകൂടി ഇവർ ചെയ്തിരിക്കുന്ന തീർത്തും നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. ഒരാളെയും താൻ വെറുതെ വിടാൻ തയ്യാറല്ലെന്നും എല്ലാവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ശ്രീനാദേവി പറയുന്നു. വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കണ്ട് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്നും ശ്രീനാദേവി മറുനാടനോട് പറഞ്ഞു. ആറന്മുള നിയോജക മണ്ഡലത്തിൽ അടക്കം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന ആളാണ് ശ്രീനാദേവി. അതുമാത്രമല്ല സമീപകാലത്തായിട്ട് സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ട് അഭിപ്രായ പ്രകടനത്തിലൂടെ പൊതുസമൂഹത്തിൽ ഏറെ ശ്രദ്ധേയായിരിക്കുന്ന യുവ നേതാവ് കൂടിയാണ്. ഇത്തരുണത്തിൽ തൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. CPIക്കാർ തന്നെയാണ് ഇതിന് പിന്നിൽ. അതിന് ഒപ്പം തന്നെ തൻ്റെ അമ്മാവൻ്റെ മക്കളായിട്ടുള്ള 3 ആൺമക്കളും പങ്കുചേരുന്നു എന്നത് ദുഃഖകരമാണെന്നുള്ള കാര്യവും ശ്രീനാദേവി പങ്കുവയ്ക്കുന്നു.